നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും കൂടി ഇന്നൊരു കുഞ്ഞ് ഔട്ടിങ്ങിന് പോയാലോ? ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് അടിക്ക് പോയാലോ? ഇന്ന് സച്ചിൻ്റെ വക ചെലവാട്ടോ. സത്യം പറഞ്ഞാൽ കുഞ്ഞായ ശേഷം നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്ത് പോയി ഭക്ഷണം ഒന്നും കഴിച്ചില്ല കേട്ടോ. ഒരുപാട് ദിവസമായിട്ട് എന്നോട് പറയാണ്, വാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ. ചീമ വിളിക്കുക കേട്ടോ. കുറേ ദിവസമായിട്ട് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്ന അന്ന് മുതൽ വിളിക്കുകയാണ്. എനിക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ നിങ്ങൾ പോയി കഴിക്കുക, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെയും കൂട്ടിയേ പോകത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇന്ന് ഞാൻ കുറച്ച് സമയം കണ്ടെത്തി ഞാൻ ദേ വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടി ദേ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇത് രാവിലത്തെ വീഡിയോ കേട്ടോ. ആ ക്ലിപ്പ് എഡിറ്റ് ചെയ്തപ്പോൾ സെക്കൻഡായിപ്പോയി. ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഉള്ള വീഡിയോ ആണ്. അങ്ങനെ കുഞ്ഞ് രാവിലെ ഭയങ്കര ഹാപ്പി ആട്ടോ. രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്. ചില ദിവസങ്ങളിൽ നന്നായിട്ട് ഉറങ്ങും, ചില ദിവസങ്ങളിൽ ഉറങ്ങത്തില്ല. ഇന്നലെ ഉറങ്ങിയില്ല എന്ന് ചെയ്യുമ്പോൾ പറയുന്നത് കേട്ടോ. 1 മണിക്ക് ശേഷം എന്തോ കുറച്ച് ഉറങ്ങി. അപ്പോൾ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. പാലൊക്കെ കുടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കും. പിന്നെ പാല് കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കുളിപ്പിക്കും കേട്ടോ. ഞാനുണ്ടെങ്കിൽ ഞാനാണ് കുഞ്ഞിയെ കുളിപ്പിക്കുന്നത്. വേദയും ഞാൻ തന്നെയാണ് കുളിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തല ഉറക്കാത്ത കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച ശീലം എനിക്കുണ്ട് കേട്ടോ. വേദ കുളിപ്പിച്ച ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് കുഞ്ഞിയെ ഞാൻ തന്നെ കുളിപ്പിക്കും കേട്ടോ. അങ്ങനെ എണ്ണയെല്ലാം തേച്ച് കുളിപ്പിച്ച് റെഡിയാക്കി നമ്മൾ ഇറങ്ങുക കേട്ടോ. തൊപ്പിയും ഷൂസും ഡ്രസ്സും ഒക്കെ ഇട്ട് ഇറങ്ങി. തൊപ്പിയാണെങ്കിൽ അതങ്ങ് ഊരി പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ തൊപ്പി വെച്ചില്ല. ഹെയർ ബാൻഡ് ഇപ്രാവശ്യം വയ്ക്കാമെന്ന് എടുത്തിട്ട് ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് തൊപ്പി വയ്ക്കാമെന്ന് പറഞ്ഞ് എടുത്തു. അപ്പോൾ തൊപ്പി വെച്ചിട്ട് എടുക്കുക മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ തലേന്ന് തൊപ്പി അങ്ങ് മാറിപ്പോകണം കേട്ടോ. അതുകൊണ്ട് പിന്നെ എടുത്തില്ല. പിന്നെ അവളുടെ ചെയർ, അവളുടെ ഫേവറേറ്റ് ചെയറും ബെഡും ഒക്കെ ആയ കാർ സീറ്ററൂടെ എടുക്കുകയാണ്. അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള. എത്ര കരഞ്ഞുകൊണ്ടിരുന്നാലും അതിൽ കൊണ്ടിരുത്തിയാൽ അവൾക്ക് കരച്ചിലേ ഉണ്ടാകത്തില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇത് പോവാണ്. ഇപ്പോൾ സച്ചിൻ ഡ്രസ്സൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല നല്ലത്. അപ്പോൾ സച്ചിൻ ഡ്രസ്സെല്ലാം മാറിയിട്ട് നമുക്ക് കഴിക്കുന്ന സ്ഥലത്തേക്ക് വരാമെന്ന് പറഞ്ഞു. എൻ്റെ കാറും ഇവിടെ കിടക്കാം കേട്ടോ. കാർ ഇനി വൈകിട്ട് കൊണ്ടിടണം. എനിക്ക് വീട്ടിനകത്ത് ഇടാത്തത് കൊണ്ട്, പുറത്ത് കിടക്കുന്നത് കൊണ്ട് ഒരു ടെൻഷനാണ് കേട്ടോ. ഏട്ടന് ഭയങ്കര ഇങ്ങനെയാണ്, വീട്ടിനകത്തിടാൻ പറ്റില്ല, പുറത്തിട്ട് ഇട്ടേക്കണമെന്നുള്ളൊരിതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈകുന്നേരം കാറ് കൊണ്ടിടും. അപ്പോൾ നമ്മളിപ്പോൾ കറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ പോകുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിനടുത്തുള്ള നീരാളി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ അച്ഛന് മീൻമുട്ട കഴിച്ചേ മതിയാവത്തുള്ളൂ. എൻ്റെ മനസ്സിലാഗ്രഹമുണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിലാഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് മീൻമുട്ട. അപ്പം മീൻമുട്ട ഈ നീരാളിയിൽ എപ്പോൾ വന്നാലും കിട്ടുമെന്നൊരു വീഡിയോ മുന്നേ എപ്പോഴോ കണ്ടു. അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വരാം. ഒരാൾക്ക് സദ്യ, ഒരാൾക്ക് ബിരിയാണി, അങ്ങനെ ഇങ്ങനെ. അതുകൊണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കടയിൽ വരാമെന്ന് കരുതിയിട്ടാണ് നീരാളിയിലേക്ക് വന്നത്. ഫസ്റ്റ് ടൈമാണ് നീരാളിയിലേക്ക് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് നല്ല വോയിസ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുഞ്ഞിയെ കളിപ്പിക്കുന്ന ബഹളം കേട്ടോ. അച്ഛൻ്റെയും വേദയുടെയും ഒക്കെ ശബ്ദം നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ നീരാളിയിലെത്തി ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ്, അരയല്ല, ഒരു 5-10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് സച്ചിൻ വന്നത്. നല്ലൊരു ആംബിയൻസ്, പുറത്ത് നോക്കിയപ്പോഴേ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ പലവട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. പുറമേയൊക്കെ നോക്കാൻ നല്ല ഭംഗി. ഇവിടെയൊക്കെ നിന്ന് അത്യാവശ്യം 1-2 ഫോട്ടോസൊക്കെ എടുക്കുക. സത്യം പറഞ്ഞാൽ കുഞ്ഞായിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞാണ് വന്നത്. പക്ഷെ മറന്നുപോയി കേട്ടോ. വീടെത്തിയപ്പോഴാണ് അയ്യോ ഫോട്ടോസ് എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. നമ്മളൊരു 1:30 സമയത്താണ് എത്തിയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നേരെ നമ്മൾ കഴിക്കാൻ ഇരിക്കുന്ന ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരുന്നിട്ട് 2 ടേബിളും 2 ചെയറും ഒക്കെ, ചെയർ മീൻസ് ആ ബെഞ്ചും ഒക്കെ നീക്കിയിട്ട് നമ്മൾ 6 പേരായല്ലോ ഇപ്പോൾ. കുഞ്ഞിക്ക് ഇരിക്കാൻ അല്ലാതെ അവളുടെ സീറ്റ് വയ്ക്കാനായിട്ടൊരു കുറച്ച് സ്പേസ് വേണം. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് ഇരുന്നപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ സച്ചിനും എത്തി കേട്ടോ. എന്നിട്ട് എല്ലാവരും ഓർഡർ ചെയ്തു. അമ്മയ്ക്കും ചീമയ്ക്കും അച്ഛനും ഊണ് മതി എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനും ഊണ് പറയാമെന്ന് എഴുതിയിട്ട് വേണ്ട ബിരിയാണി തന്നെ, ചട്ടിച്ചോറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ചട്ടിച്ചോറ് ആദ്യം പറയാമെന്ന് എഴുതിയിട്ട് പിന്നെ കരുതി വേണ്ട, ചട്ടിച്ചോറ് വേണ്ട, ബിരിയാണി തന്നെ പറയാം. എപ്പോഴും ബിരിയാണി കഴിക്കാൻ എനിക്കിഷ്ടമാണല്ലോ, ഇനി കൊതി വരണ്ടെന്ന് കരുതി ബിരിയാണി പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ ബിരിയാണി ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പ്രോൺസ് ബിരിയാണി, ചിക്കൻ ബിരിയാണിയൊക്കെ പറഞ്ഞു. അപ്പം ഞാനും സച്ചിനും പ്രോൺസ് ബിരിയാണി പറഞ്ഞു, വേറെ ചിക്കൻ ബിരിയാണി പറഞ്ഞു. അമ്മയും അച്ഛനും ചീമയും കൂടി ഊണ് പറഞ്ഞു കേട്ടോ. ഊണിൻ്റെ കൂടെ കപ്പയൊക്കെ ഉണ്ടായിരുന്നു. കപ്പയൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി ഞാനും ഊണ് പറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഊണ് അസാധ്യ ടേസ്റ്റായിരുന്നു എന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു. മീൻകറി ഒക്കെ ഉണ്ടായിരുന്നു. മീൻകറി സെപ്പറേറ്റ് വാങ്ങിയതാണോ അതിൻ്റെ കൂട്ടത്തുണ്ടായിരുന്നാണോ എന്നറിയില്ല. ഫിഷ് ഫ്രൈ സെപ്പറേറ്റ് ആയിരുന്നു. ആവോലി മീനാണ് വാങ്ങിയത് കേട്ടോ. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ആവോലി മീൻ. മീൻമുട്ട കഴിക്കാൻ വന്നതാണ്. ഇവിടെ മീൻമുട്ടയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മെനിയാന്നൊക്കെ ഉണ്ടായിരുന്നു, ഇന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ആവോലി മീൻ എടുത്തു. ഞങ്ങൾക്കുള്ള ബിരിയാണിയും വന്നു. ഊണ് ഭയങ്കര ടേസ്റ്റായിരുന്നു. പായസമൊക്കെ ഉണ്ടായിരുന്നു. അച്ചാറുകൾ, പച്ചടി, അവിയൽ, തോരൻ, പപ്പടം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കപ്പ, മീൻകറി അവർ ഒഴിച്ച് കൂട്ടുന്നത് കണ്ടു. അത് സെപ്പറേറ്റ് ആണോ അതിൻ്റെ കൂടെ ഉള്ളതായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്നും സെപ്പറേറ്റ് വാങ്ങിയതാന്ന് തോന്നുന്നു കേട്ടോ. സോറി, ഊണ് മാത്രമേ ഉള്ളൂ. അതിന് മീൻ കറിയും മീൻ വറുത്തതും സെപ്പറേറ്റ് വാങ്ങി. ഞങ്ങൾക്ക് പ്രോൺസ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും വന്നു.
നൈസായിരുന്നു കേട്ടോ പ്രോൺസ് ബിരിയാണി. നല്ല നല്ല ഫ്ലേവേർഡ് റൈസും നിറയെ പ്രോൺസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്ക് ഈ ബിരിയാണി കഴിച്ച് എനിക്ക് ബിരിയാണിയോട് വലിയ പ്രിയമില്ല. ഭയങ്കര ടേസ്റ്റോടെ കഴിച്ചു, പക്ഷേ എനിക്ക് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായതുപോലെ എനിക്ക് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. ബിരിയാണിയോടുള്ള പ്രിയം കുറഞ്ഞു തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഊണ് കഴിച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നീട് തോന്നി കേട്ടോ. എന്തായാലും നല്ല ബിരിയാണി ആയിരുന്നു. വേദയുടെയും ബിരിയാണി നല്ലതായിരുന്നു. വേദയും എണീറ്റ് വന്നപ്പോൾ 12 മണിയായി. അവളൊരു ദോശയും കഴിച്ചുകൊണ്ടാണ് ഫുഡ് കഴിക്കാൻ വന്നത്. അതുകൊണ്ട് വേദയ്ക്ക് വലിയ വിശപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേദയും ബിരിയാണി കുറച്ചേ കഴിച്ചുള്ളായിരുന്നേ. ഞാനാണെങ്കിലും ഒരു സൈഡിൽ വസ്ത്രയുടെ പിറകെയും ഒരു സൈഡിൽ ഫുഡ് അടിയും. നേരെ വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. വസ്ത്രയിൽ മെസ്സേജസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതും ഞാൻ നോക്കണം, അതിൻ്റെ കൂടെ ഇപ്പോൾ ഫുഡ് കഴിക്കണം, വീഡിയോ എടുക്കണം, എല്ലാം കൂടി എങ്ങനെ ഇരിക്കുക കേട്ടോ. വസ്ത്രയുടെ ഫോണാണ് ഞാൻ ആ സൈഡിൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു സൈഡിൽ കൂടെ നടക്കുക കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. നല്ലതായിട്ട് പെട്ടെന്ന് വയറ് നിറഞ്ഞു. എങ്കിലും കഴിച്ചു കേട്ടോ, കളയണ്ടെന്ന് കരുതി കഴിച്ചു. നിറയെ പ്രോൺസൊക്കെ ആയിട്ട് നല്ല ബിരിയാണിയായിരുന്നു. ഊണും ഭയങ്കര ടേസ്റ്റായിട്ട് അമ്മ പറയും ഭയങ്കര സ്വാദെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നീരാളിയിലെ ഫുഡ് നല്ലതാണ് കേട്ടോ, കുഴപ്പമില്ല. മീൻമുട്ട കിട്ടിയില്ല. മീൻമുട്ട എന്താണെന്നറിയില്ല. ഇവിടെ നീരാളിയൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്, പക്ഷേ നീരാളിയൊന്നും ഉള്ളതായിട്ട് ഞാൻ കണ്ടില്ല. അവരുടെ മെനുവിലൊന്നും പറഞ്ഞില്ല. ഊണുണ്ട്, ചട്ടിച്ചോറുണ്ട്, കപ്പയുണ്ട്, ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ മീൻ ഐറ്റംസ് കുറച്ച് കാര്യങ്ങളും കൊണ്ട് തന്നു കേട്ടോ. പിന്നെ ബില്ല് വന്നൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു തീപ്പെട്ടി കൂടെ കേട്ടോ. അതിനകത്താണ് ബില്ല് വെച്ച് വന്നത്. എനിക്ക് തോന്നുന്നു അതിനകത്ത് പൈസയും വെച്ചിട്ട് പോവുമായിരിക്കും കേട്ടോ. അങ്ങനെ ആയിരിക്കും. എന്തായാലും ആ സെറ്റപ്പും കൊള്ളാമായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞി ഭയങ്കര ഉറക്കം. ഞാൻ പറഞ്ഞില്ല, അവളുടെ ആ സീറ്റിലിരുന്നല്ല അവൾ ഭയങ്കര കംഫർട്ടബിളാണ്. അവൾ സുഖം ഉറക്കം. നമ്മുടെ കയ്യിലാണ് കാറിൽ കയറിയപ്പോഴൊക്കെ ഇരുന്നത്. ഇവിടെ വന്നപ്പോൾ അതിലിരുത്തി അവൾ ഉറക്കമാണ്. പക്ഷേ റെസ്റ്റോറൻറ്റല്ലേ, പാത്രം എടുക്കുന്നതും ഗ്ലാസ് വീഴുന്നതും സ്പൂൺ ഇടുന്നതും ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് ഉണരും, വീണ്ടും ഉറങ്ങും, അങ്ങനെ കിടക്കുക കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഐഡിയലിൽ വന്നു. അമ്പലമുക്കിലുള്ള നമ്മുടെ വാഷിംഗ് മെഷീൻ ചത്ത്. അത് ചാവാൻ വേണ്ടി പ്രാർത്ഥിച്ചവരായ ഞാനും അമ്മയും ചീമയൊക്കെ ഉണ്ട്. എൻ്റെ പ്രായം വരും ആ വാഷിംഗ് മെഷീൻ. അപ്പോൾ അന്ന് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പുറകെ ഒരാൾ നിൽക്കണം കേട്ടോ. വെള്ളം തുറന്ന് വിടണം, വെള്ളം അടച്ച് വെക്കണം, വീണ്ടും കഴുകണം, വീണ്ടും വെള്ളം തുറന്ന് വിടണം, പിന്നെ ഡ്രൈ ചെയ്യണം. അങ്ങനെ അതിൻ്റെ പുറകെ ഒരാൾ നിൽക്കണം കേട്ടോ. അതുകൊണ്ട് അതൊന്ന് ചത്തിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അവസാനം ഫൈനലി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ആ വാഷിംഗ് മെഷീൻ ചത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങാനായിട്ട് ഐഡിയയിൽ വന്നതാണ്. അവിടെ വന്നപ്പോൾ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല കേട്ടോ. നമുക്ക് വാഷിംഗ് മെഷീനും അവരുടെ വിലയും കാര്യങ്ങളുമായിട്ടൊന്നും സെറ്റ് ആവുന്നില്ല. അങ്ങനെ നമ്മൾ ഒരു കടയിലേക്ക് പോവാണ്. വേൾപൂളിൻ്റെ എടുക്കാമെന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ വേൾപൂളിൻ്റെ ട്രിവാൻഡ്രത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഷോപ്പ്, ഇവിടെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ചാലയിലല്ല, നമ്മുടെ ജഗതിയിൽ നിന്ന് കരമന പോകുന്ന റൂട്ടുണ്ടല്ലോ, അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോവാണ്. പോകും വഴി പെട്രോൾ അടിച്ചിട്ട് പോവാണ്. പെട്രോളിന് ദൈവമേ 112 രൂപ കേട്ടോ. കേരളത്തിൽ 107 കണ്ട കിടന്നതാണ്, ഇപ്പോൾ 112 രൂപ. എല്ലാ പമ്പിലും അങ്ങനെയാണോ, അതിന് ഈ പമ്പിലാണോ എന്ന് അറിയത്തില്ല. 112 രൂപയാണ് പെട്രോളിൻ്റെ വില. ഞാൻ കേട്ട് ഞെട്ടിപ്പോയി. കർണാടകയിൽ റേറ്റാണോ ഇവിടെ? അപ്പോൾ കർണാടകയിൽ വീണ്ടും കൂടിയിട്ടുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം തമിഴ്നാട് പോയപ്പോൾ ചില സ്ഥലങ്ങളിൽ 101, 102 ആണ്, ചില സ്ഥലങ്ങളിൽ 104 കേട്ടോ. അയാൾ പറഞ്ഞ് 104 പെട്രോളിന് വില കൂടിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫുൾ ടാങ്ക് 104 അടിച്ചിട്ട് സേലം കുറച്ചിങ്ങോട്ടേക്കൊക്കെ വന്നപ്പോൾ 102 രൂപ അവിടെ കൊടുത്തിരിക്കണം കേട്ടോ. അങ്ങനെ പല സ്ഥലത്തും പല റേറ്റാണ്. ഇവിടെ ഇനി അങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. 112 നമ്മളൊന്ന് അടിക്കാൻ കയറിയപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ RV ഇലക്ട്രോണിക്സ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്. ഇവിടെ വന്നപ്പോൾ നല്ല റേറ്റിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വാഷിംഗ് മെഷീൻ വേൾപൂളിൻ്റെ എടുത്തു. 8 kgയുടേതാണ് എടുത്തത്. കാരണം നമുക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ടുണ്ട്. ദിവസവും വാഷ് ചെയ്യാനായിട്ട് ഒരു ലോഡ് ഡ്രസ്സ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് 8 kgയുടെ വാഷിംഗ് മെഷീനാണ് എടുത്തത്. അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പ്രായത്തിന് ഉള്ള വാഷിംഗ് മെഷീനാണ് അത് ഇപ്പോഴാണ് എന്തെങ്കിലും ഒരു കേട് വരുന്നത്, എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ. ആ വന്നതോടെ അതിൻ്റെ ഡ്രയറിന് മാത്രമേ കംപ്ലയിൻ്റ് ഉള്ളൂ, അത് ചത്തുപോയി. ബാക്കിയൊക്കെ വർക്കാവും കേട്ടോ, ഒരു കംപ്ലയിൻറ്റും ഇല്ലാത്ത സാധനം. പക്ഷേ എൻ്റെ ഇവിടെ ഇരിക്കുന്നത് സെമി ഓട്ടോമാറ്റിക് അല്ല, ഫുള്ളി ഓട്ടോമാറ്റിക് കേട്ടോ. അതെന്നും കംപ്ലയിൻ്റാണ്, എന്നും കംപ്ലയിൻ്റാണ്. അപ്പോൾ സെമി ഓട്ടോമാറ്റിക് വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്ത സാധനമാണ്. ഇതിന് വാങ്ങുമ്പോൾ എന്നും മിക്കവാറും കംപ്ലയിൻ്റ് ആയിരിക്കും. എങ്കിലും 10 ഇയർ മോട്ടോ വാറൻറ്റിയും 3 ഇയർ 2 ഇയർ ഫുൾ വാറൻറ്റിയൊക്കെ തരുന്നുണ്ട് കേട്ടോ. എന്തായാലും അമ്മയും ഹാപ്പി, നമ്മളും ഹാപ്പി, അച്ഛനും ഹാപ്പി. പിന്നെ നമ്മളെല്ലാവരും ഹാപ്പി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഈ വാഷിംഗ് മെഷീൻ്റെ പുറകെ നടക്കുന്നതെല്ലാം അച്ഛനാണ്, വേറെ ആരും നോക്കാമല്ലോ. പിന്നെ ഞാനോ ചീമയൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒന്ന് പൈപ്പ് തുറന്ന് വിട്ടിട്ട് വരും, ബാക്കി എൻ്റെ കൂടെ നിൽക്കുന്നതെല്ലാം അച്ഛനാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ വീട്ടിലൊരു പുതിയ സാധനം വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവില്ലേ. ഞാൻ
എപ്പോഴും പറയുമ്പോൾ ഒരു മുട്ട പിന്നെ വാങ്ങിയാലും നമ്മുടെ വീട്ടിൽ പുതിയൊരു സാധനം വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ല, അതിൻ്റെ ഒരു സന്തോഷ പ്രകടനം കേട്ടോ. അപ്പോൾ ഇന്നലെ സൺഡേ ആയിരുന്നു. സൺഡേ നമ്മൾ പോയ വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് നാളെ അവർ പ്രോഡക്റ്റ് എത്തിക്കാമെന്ന് പറഞ്ഞു. RV എന്നാണ് കടയുടെ പേര് കേട്ടോ. അവിടെ അത്യാവശ്യം എല്ലാം നല്ല റേറ്റ് കുറവുണ്ട്. നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണെന്ന് എടുത്ത് പറയാം കേട്ടോ. ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്ന് പറയാം. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടെന്ന് അവർക്ക് ഞാൻ വീഡിയോ എടുത്താൽ ആരെങ്കിലും വരുമോ എന്നുള്ളൊരു സംശയം ചോദ്യചിഹ്നം അവരുടെ മുഖത്തുള്ളതുപോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇത് കരമന കിള്ളിപ്പാലം, നമ്മുടെ കരമനയെന്ന് ജഗതിയിലേക്ക് പോകുന്ന റോഡില്ലേ, അവിടെയാണ് ആ കണ്ണേറ്റ് മുക്ക്. ആ പാലമൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു മഹാദേവ ടെമ്പിൾ ഇല്ലേ, വലിയൊരു ചെന്തിട്ടാണെന്ന് തോന്നുന്ന സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് വരുന്നില്ല. ആ മഹാദേവ ടെമ്പിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. അങ്ങനെ ഞങ്ങൾ ഐഡിയിൽ കയറിയിട്ട് നേരെ നെട്ടയത്ത് വന്നു. ചീമയും കുഞ്ഞിനെയും അമ്മ അവിടെ ആക്കിയിട്ടാണ് പോയത് കേട്ടോ. കുഞ്ഞ് കുറേ ദിവസം നേരം കൊണ്ട് ഇരിക്കുകയല്ലേ, അപ്പോൾ അവളൊന്ന് ഫ്രീ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ വീട്ടിലാക്കിയിട്ട് ഞാനും അച്ഛനും വേദയും കൂടിയാണ് പോയത്. എന്നിട്ട് ഞങ്ങൾ ഓർഡർ എല്ലാം കൊടുത്ത് ക്യാഷ് എല്ലാം കൊടുത്ത ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ വരികയാണ്. വരുമ്പോഴേക്ക് ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് നടന്നപ്പോഴാണ് വട്ടിയൂർക്കാവിലെ നമ്മുടെ കാസിം സർബത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ കയറി ഞാനൊരു സർബത്ത്, വേദ ഒരു ബോബ സർബത്ത്, അവിടെ ബോബയൊക്കെ വന്നു കേട്ടോ. വേദ ബോബ സർബത്ത്, മിൽക്ക് സർബത്ത് അങ്ങനെ എന്തോ ഒരു സാധനം വാങ്ങിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാനൊരു സാധാ സർബത്ത് വാങ്ങി. ചീമയ്ക്കും സച്ചിനും ഒരു അല്ലാത്ത പാൽ സർബത്ത് പാഴ്സലും വാങ്ങി കേട്ടോ. അമ്മ ഈ കവർ പാല് കുടിക്കത്തില്ല. അമ്മ കവർ പാല് അല്ല എന്ന് അപ്പം നമ്മൾ പറയാതെയാണ് അമ്മയ്ക്ക് കവർ പാല് ചായ ഇട്ട് കൊടുത്താലും അമ്മ ഛർദ്ദിക്കും. അതുകൊണ്ട് കവർ പാല് കുടിക്കത്തില്ല. ഇപ്പം പിന്നെയും ജ്യൂസും ഷേക്കും ഒക്കെ കുറേശ്ശൊക്കെ കുടിക്കും കേട്ടോ. അതുകൊണ്ട് അമ്മയ്ക്ക് വാങ്ങിയില്ല, അച്ഛന് വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് സർബത്തൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിൽ ചെന്നപ്പോഴേക്കും അമ്മ അത് ചക്ക വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന മറ്റേ സരള ആൻറ്റി ഇല്ലേ, നമ്മുടെ സ്ഥിരം വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം. സരള ആൻറ്റിക്ക് പശു ഉണ്ട് കേട്ടോ. അപ്പോൾ പശുവിന് കൊടുക്കാനായിട്ട് ചക്കയുടെ വേസ്റ്റൊക്കെ വരില്ലേ, നമ്മളിവിടെ ചവണിയും മടലും എന്നൊക്കെ പറയും ട്രിവാൻഡ്രത്ത്. മറ്റുള്ള സ്ഥലത്ത് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിയായിട്ട് തോന്നും, അതുകൊണ്ടാണ് വേസ്റ്റ് എന്ന് ഞാൻ ജാടയിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ വേസ്റ്റ് ആൻറ്റി എടുക്കും. ചക്ക അവരിഷ്ടം പോലെ പശുവിന് കൊടുക്കാനായിട്ട് എടുക്കും. അപ്പോൾ അവർ ആവശ്യത്തിനൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ കൊണ്ടുതരും കേട്ടോ. അങ്ങനെ ചക്ക വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വിളഞ്ഞ പരുവായ ചക്ക കേട്ടോ. നല്ല ചക്ക കറിയൊക്കെ വയ്ക്കാനായിട്ട് കൊള്ളാം. അപ്പോൾ നാളെ ചക്കയും മീൻ കറി ആയിരിക്കും കേട്ടോ. എനിക്ക് ചക്കയും ഉണക്കമീനും കോമ്പിനേഷനാണ് ഇഷ്ടം. അങ്ങനെ അമ്മ ചക്കയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ നാളായിട്ടോ ചക്ക കഴിച്ചിട്ട്. അതിനിടയ്ക്ക് ഒരു ദിവസം ഞാനിവിടെ വന്നപ്പോൾ ചക്ക കിട്ടിയായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഹൈ റൈഡറിനെ കൊണ്ടുവന്ന് അങ്ങ് വീട്ടിലിട്ട ശേഷം എൻ്റെ സ്കൂട്ടർ എടുത്തിട്ട് വന്നു കേട്ടോ. ഇപ്പോൾ വെയിലൊന്നുമില്ല, ആ ചൂടൊക്കെ മാറി ഒരു തണുത്ത കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് സ്കൂട്ടറിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ എന്തൊരു സുഖമാണെന്ന് അറിയോ. തിരിച്ച് വരുമ്പോൾ അച്ഛൻ്റെ വക വൈകിട്ട് ചിലവ്. അപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. പുറത്ത് പോയി കഴിക്കാൻ ഇനി എല്ലാവർക്കും ഇനി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛൻ്റെ വക ചിലവാണെന്ന് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വേദയ്ക്ക് ഷവായിയും ചിക്കൻ കറിയും മഷ്റൂം കറിയും എല്ലാം കൂടി വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു കേട്ടോ. വന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ദേ ഭയങ്കര കരച്ചിലെല്ലാം അങ്ങനെ കിണുങ്ങി ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒക്കെ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. സച്ചിൻ ഞങ്ങൾ വാഷിംഗ് മെഷീൻ നോക്കാൻ പോയപ്പോൾ അവിടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സച്ചിൻ അവിടെ സിറ്റിയിലുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് സച്ചിൻ അങ്ങ് തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് നിന്നു. എന്നിട്ട് അപ്പം ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സച്ചിൻ സിറ്റിയിലുണ്ടായിരുന്നു. സച്ചിൻ അവിടെ വന്നു വാഷിംഗ് മെഷീനൊക്കെ നോക്കിയിട്ട് വീണ്ടും സച്ചിൻ വീട്ടിൽ പോയിട്ടാണ് തിരിച്ച് നമ്മുടെ നെട്ടയത്തേക്ക് വന്നത് കേട്ടോ. അപ്പോൾ സച്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ഭക്ഷണം കഴിക്കാനായിട്ടോ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ വയറും ഫുള്ളായിട്ടിരിക്കുക കേട്ടോ. ഒരു ശകലം പോലും സ്ഥലമില്ല. ഉച്ചയ്ക്ക് കഴിച്ചത് ഇതുവരെ ഡൈജസ്റ്റ് ആയിട്ടില്ല. പിന്നെ ഒരാൾ ചിലവ് തരാമെന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയാൻ ശരിയാവില്ലല്ലോ. അതിൻ്റെ മീതെ കൂടെ മാങ്ങയും കൂടെ വലിച്ച് കയറ്റുക കേട്ടോ. അപ്പം ചിലവ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് നിരസിക്കുന്നത് ശരിയല്ലല്ലോ. നാളെ ഉണ്ടെങ്കിൽ എല്ലാ കുന്തവും കൂടെ ഒരുമിച്ചാണേ. നാളെ ചിലവ് ചെയ്യാമെന്ന് വെച്ചപ്പോൾ നാളെ ഞാനങ്ങ് പോകും. അതുകൊണ്ട് പിന്നെ ഇന്നങ്ങ് ചിലവ് ചെയ്തേക്കാന്ന് അച്ഛൻ കരുതി. അതാ പറഞ്ഞ ഉണ്ടെങ്കിൽ എല്ലാ കുന്തവും കൂടി കാണും, ഇല്ല എങ്കിൽ ഒന്നുമില്ല. ഈച്ച അടിച്ച വായും തുറന്ന് ഇങ്ങനെ ഇരിക്കും. അതാണ് സത്യം. അതിപ്പോൾ സ്നാക്സ് ആയാലും അങ്ങനെയാണ്. വീട്ടിൽ എന്തെല്ലാം സാധനം സ്നാക്സ് ആണെങ്കിലും ഉണ്ടാവും എന്ന് അറിയോ. ഇപ്പോൾ ആ ബാസ്ക്കറ്റ് എടുത്ത് നോക്കി അതിലൊരു കുന്തവും ഇല്ല കേട്ടോ. അതാണ് ഇന്നത്തെ അവസ്ഥ. വയറ് ഫുള്ളായിരിക്കുകയാണ്. പക്ഷേ വൈകുന്നേരം കഴിക്കാനുള്ള സ്ഥലം ഇവിടെ ഒറ്റ മനുഷ്യർക്കില്ല. എല്ലാവരും അതാണ് പറഞ്ഞിരിക്കുന്നത്. ചിക്കൻ ഫ്രൈയും പൊറോട്ടയും എങ്ങനെ കഴിക്കുമെന്നുള്ളത്. കുഞ്ഞിതേ മേലൊക്കെ കഴുകി അങ്ങനെ കിടക്കുകയാണ്. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ആശാത്തി കരച്ചിൽ തുടങ്ങി. സച്ചിനെ നോക്കി കരച്ചിലോട് കരച്ചിൽ കേട്ടോ. അങ്ങനെ കുഞ്ഞ് എൻ്റെ കയ്യിലിരിക്കായിരുന്നു. ഞാൻ സച്ചിൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്തപ്പോൾ മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവൾക്ക് അങ്ങനെയൊന്നും അറിയാറായില്ല. എങ്കിലും നമുക്ക് തോന്നുമ്പോൾ നോക്കി ഞങ്ങളൊക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ കരച്ചിൽ നിർത്തിയല്ലോ എന്നൊക്കെ ഉള്ളൊരു ഫീല്. ചിലപ്പോൾ അവൾക്ക് അറിയാമായിരിക്കില്ല അച്ഛനാണ് അമ്മയാണ് എന്നൊക്കെ ഉള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, അറിയത്തില്ല കേട്ടോ. അത് കഴിഞ്ഞതേ നമ്മൾ കഴിക്കാനായിട്ടൊക്കെ പോവുകയാണ്.
പൊറോട്ട, ചിക്കൻ ഫ്രൈ, ദെൻ ചില്ലി ചിക്കൻ, മഷ്റൂം മസാല, വേദയ്ക്കൊരു കുഞ്ഞു ഷവായും കേട്ടോ. നമുക്കെല്ലാം ചിക്കൻ ഫ്രൈയും പൊറോട്ടയും, അച്ഛന് മഷ്റൂം മസാല, പിന്നെ നമുക്കെല്ലാവർക്കും കൂടി ഒരു ഗ്രേവി ആയിട്ട് ചില്ലി ചിക്കൻ. അച്ഛൻ വെജിറ്റേറിയൻ ആണല്ലോ, വേദയ്ക്ക് ഷവായി മതി എന്ന് പറഞ്ഞിട്ട് ഒരു ക്വാർട്ടർ ഷവായി വേദയ്ക്കും വാങ്ങി കേട്ടോ. അങ്ങനെ അതെല്ലാം പൊട്ടിച്ച് കഴിക്കാനുള്ള ഒരു ധൃതിയിലാണ് എല്ലാവരും. സമയം 9 മണിയൊക്കെ ആയിട്ടോ. സാധാരണ ഇവിടെ ലഞ്ച് 12 മണിയാകുമ്പോൾ കഴിയും. 1 മണിക്ക് മുന്നേ 12:30 ആകുമ്പോഴേ ലഞ്ച് എല്ലാവരും കഴിച്ച് കഴിയും. ഡിന്നറാണെങ്കിൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴും 8 മണിക്കുള്ളിൽ എന്തായാലും കഴിച്ച് കഴിയും കേട്ടോ. 9 മണി ആയതുകൊണ്ട് എല്ലാവരും ഒക്കെ ഇരിക്കുന്നുണ്ട്, സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ 9 മണി ആയതാണ് കേട്ടോ. മാത്രമല്ല ആർക്കും വലിയ വിശപ്പൊന്നുമില്ല, ഉച്ചയ്ക്ക് കഴിച്ചത് ഇതുവരെ ഡൈജസ്റ്റ് ആയിട്ടില്ല, അതുകൊണ്ടൊക്കെ പിന്നെ അങ്ങ് മടിച്ചു. എന്തായാലും കഴിച്ചല്ലേ പറ്റൂ, അല്ലെങ്കിൽ എല്ലാവർക്കും വിഷമാവുമല്ലോ എന്ന് കരുതി എല്ലാവരും കൂടി കഴിക്കാം കേട്ടോ. അങ്ങനെയൊന്നുമില്ല, നല്ല ഭക്ഷണം കാണുമ്പോൾ എല്ലാവരും കഴിക്കും കേട്ടോ. പിന്നെ ഞാൻ അപ്പോഴേ ഒരു 5 മണിക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ്, 6 മണിക്കൊക്കെ. ഇപ്പോൾ തണുത്ത് വല്ലാതെ ആയതുകൊണ്ട് ഒരു ടേസ്റ്റ് കുറവ്. ചൂടോടെ കഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്, ചൂട് ലേശം കുറവായിപ്പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.